ഈ അർജുൻ, കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അർജുൻ, ആ ലോറിയിൽ ഡ്രൈവറായിട്ടുള്ള അർജുൻ കർണാടകയിലെ ഷിരൂരിൽ കാണാതായിട്ട് ദിവസങ്ങളായി. ഇതുവരെയും ആ തെരച്ചിൽ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനായി ഊർജിത ശ്രമം പുരോഗമിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി സംഘം അവിടെ ഉണ്ട്, സംഭവ സ്ഥലത്തുണ്ട്. അവിടുന്ന് തത്സമയം ചേരും രാവിലെ തന്നെ. അപ്പോൾ നമുക്ക് വിശദമായി തന്നെ അതിലേക്ക് പോകാം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ലോറി അടക്കം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായിട്ടുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. NDRFനും പോലീസിനും ഫയർഫോഴ്സിനും പുറമെ നേവിയും തെരച്ചിലിനായി പ്രദേശത്തുണ്ട്. ബംഗളൂരുവിൽ നിന്ന് റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ തെരച്ചിലിനായി എത്തിക്കും. എന്നാൽ പ്രദേശത്ത് ശക്തമായിട്ടുള്ള മഴയും കാറ്റും തുടരുകയാണ്. വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. ന്യൂസ് 18 സംഘം ഇന്നലെ തന്നെ ഷിരൂരിലെത്തിയിരുന്നു. KV ബൈജു ആണ് അവിടെയുള്ളത്. ബൈജു, മോർണിംഗ് വൈബ്സിൽ ഗുഡ് മോർണിംഗ് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ആശങ്കയുടെ ഒരു പ്രദേശത്താണ് ബൈജു നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം? തെരച്ചിൽ എപ്പോഴാണ് പുനരാരംഭിച്ചത് ബൈജു? തീർച്ചയായും എന്തോ ആശങ്കയുടെ ഒരു സാഹചര്യം തന്നെയാണ് ഇന്നും ഉള്ളത്. ഏതായാലും 6:30 കൂടി തന്നെ തിരച്ചിൽ ആരംഭിച്ചു. NDRF, SDRF, നേവി, സൈന്യം ഇത്തരത്തിലുള്ള തുടങ്ങിയ നിരവധി ഇത്തരത്തിലുള്ള സംയുക്തമായ ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ സംഘങ്ങളെല്ലാം തന്നെ ഈ പ്രദേശത്തേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷിരൂരിന് തൊട്ടടുത്തുള്ള സ്ഥലത്താണ്. 2 കിലോമീറ്റർ അടുത്തായി മാറിയാണ്. ഇവിടെ വാഹനങ്ങളെല്ലാം തടയുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് ആരെയും തന്നെ പോകാൻ അനുവദിക്കുന്നില്ല. മാധ്യമപ്രവർത്തകരെയും ഈ പ്രദേശത്ത് തടഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ്. നമുക്ക് അവർക്ക് പിറകിൽ കാണാം ഈ കുന്ന് ഇത്തരത്തിൽ ഇടിഞ്ഞ് വീഴാവുന്ന ഒരു സാഹചര്യം. ഇതുവഴിയാണ് ഈ ഷിരൂർ ഈ അപകടം നടന്ന സ്ഥലത്തേക്കുള്ള ദേശീയപാത ആരംഭിക്കുന്നത് തന്നെ. എന്തായാലും ഇന്ന് ഇത്തരത്തിൽ അർജുനെ കണ്ടെത്താൻ ആകും എന്ന ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബവും ഒപ്പം ഈ രക്ഷാ ദൌത്യത്തിന് നേതൃത്വം നൽകുന്നവരും ഉള്ളത്. ഏതായാലും ആ രീതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ അപകടം നടന്നത്. ചൊവ്വാഴ്ച 8:30 അപകടം നടന്നു. ഇത്രയും ദിവസമായിട്ടും എവിടെയാണ് അർജുൻ എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ബംഗളൂരുവിൽ നിന്നും അതായത് 11 മണിയോടുകൂടി റഡാർ, അത്യാധുനിക സൗകര്യത്തോടുള്ള റഡാർ സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ലോറി മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു തിരച്ചിലാണ് ഇന്ന് നടക്കുക. ഇന്നലെ രാത്രി 9 മണി വരെയായിരുന്നു തിരച്ചിൽ നടത്തിയത്. ഇന്നലെ തുടർച്ചയായി തെരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു ഇന്നലെ രാത്രിയോട് കൂടി. അതുകൊണ്ട് തന്നെ തെരച്ചിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും ഇപ്പോഴും അല്പസമയം മുമ്പ് വരെ വലിയ ശക്തമായ കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരിയ ഒരു മഴയ്ക്ക് കുറവുണ്ടെങ്കിലും ഇരുണ്ട് കൂടിയ കാലാവസ്ഥ തന്നെയാണ്. റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. വലിയ അപകട സാധ്യത നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് കാണാം. മല ഇത്തരത്തിൽ വീണ്ടും ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ വലിയ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് രക്ഷാ സംഘങ്ങൾക്കും ഇത് വലിയ വെല്ലുവിളി തന്നെയാണ്. എന്തായാലും ഇന്ന് ഈ കാര്യത്തിൽ ഈ ലോറി ഉൾപ്പെടെ കണ്ടെത്താനുള്ള ഊർജിതമായ ഇത്തരത്തിലുള്ള സംഘം നടത്തുന്ന പരിശോധന അത്തരത്തിലാണ്. ഏതായാലും കുമാരസ്വാമി, കേന്ദ്രമന്ത്രി കുമാരസ്വാമി 10 മണിയോടുകൂടി ഇവിടെ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇന്ന് ഈ സ്ഥലത്തെത്താനുള്ള സാധ്യതയുണ്ട്. അത് ഔദ്യോഗികമായി നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും അല്പസമയത്തിനകം ഇതിനൊരു സ്ഥിരീകരണമുണ്ട്. ഇന്ന് ഏതായാലും ഇന്നലത്തെ വ്യത്യസ്തമായി ഇന്ന് തെരച്ചിലിനെ കുറച്ചുകൂടി ഊർജിതമായ ഒരു തെരച്ചിലാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. രാവിലെ ഇവിടെ എത്തിയപ്പോൾ അത്തരത്തിൽ വലിയ സമ്മർദ്ദം സംസ്ഥാന സർക്കാരിന്റെ ഒപ്പം കോൺഗ്രസ് നേതാക്കളുടെ, അതായത് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ട് കർണാടക മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എല്ലാ നേതാക്കളുമായി ഇത്തരത്തിലുള്ള ആശയവിനിമയം നടത്തുന്നതിന്റെ ഫലമായി ഇന്ന് ഏതായാലും ഊർജിതമായ ഒരു തെരച്ചിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കുടുംബവും അത്തരത്തിൽ തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഈ സംഭവം നടന്ന ദിവസം 7 മൃതദേഹങ്ങളാണ് ലഭിച്ചത്. അന്ന് അതായത് ചൊവ്വാഴ്ച രാവിലെ തിരച്ചിൽ ഇത്തരത്തിൽ നടത്തി വൈകിട്ടാവുമ്പോഴേക്കും 7 മൃതദേഹങ്ങൾ ആണ് ഇവർക്ക് ലഭിച്ചത്. ഔദ്യോഗിക സ്ഥിരീകരണം 7 പേർ മരിച്ചു എന്നാണ്. അതിനുശേഷം കാര്യമായ ഒരു തെരച്ചിൽ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം. പിന്നീട് ഈ മാധ്യമങ്ങളിൽ ഇന്നലെ മുതൽ വാർത്ത വരികയും അതുപോലെ തന്നെ ശക്തമായ ഇടപെടൽ സമ്മർദ്ദമൊക്കെ ഉണ്ടായതിന് ഫലമായാണ് തിരച്ചിൽ ഇന്നലെ മന്ദഗതിയിലായിരുന്നു. പക്ഷെ ഇന്ന് അത് ഊർജിതമായി തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ റഡാർ ഒക്കെ ഇത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള റഡാർ കൂടി എത്തുന്നതോടുകൂടി ലോറി എത്രയും പെട്ടെന്ന് കണ്ടെത്താനാകും, അർജുനെ കണ്ടെത്താനാകും. അർജുൻ
അർജുൻ ഇപ്പോഴും ജീവനോടെ തന്നെ ഇവിടെ ഈ പ്രദേശത്ത് ഈ മണ്ണിനടിയിൽ അകപ്പെട്ട രീതിയിൽ ഉണ്ട് എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഏതായാലും അതിനായുള്ള തെരച്ചിലാണ് ഇനിയിപ്പോൾ ഇനി വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. മഴ ശക്തി പ്രാപിച്ചാൽ ഈ രക്ഷാപ്രവർത്തനത്തെ പോലെ അത് ബാധിക്കും, പ്രതികൂലമായ സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് രാവിലെ തന്നെ ഇതിന്റെ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം SP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നു. ജില്ലാ കളക്ടറും ഇവിടെ എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ 2 കിലോമീറ്ററിന് ഇപ്പുറം വാഹനങ്ങൾ പൂർണ്ണമായും തടയുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനമായും ഇവർ പറയുന്നത് അങ്ങോട്ടേക്ക് പോകുന്നത് അപകടമാണ്, കാരണം വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമുള്ളത്. ഏതായാലും ഈ പുഴയിൽ ഏതായാലും ലോറി ഒഴുക്കിൽപ്പെട്ടോ അത്തരത്തിൽ അപകടപ്പെട്ടിട്ടില്ല എന്ന ഒരു സ്ഥിരീകരണം ഇന്നലെ വന്നിരുന്നു. അത് ഏറെ ആശ്വാസകരമാണ്. അതേസമയം തന്നെ ഇന്നലെ രാവിലെ 8 മണിവരെ ഈ ഫോൺ റിംഗ് ചെയ്തു എന്നതും കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്ന സംഭവം തന്നെയാണ്. ഒപ്പം എഞ്ചിൻ ഓണായി തന്നെ കിടന്നു എന്നതും. ഏതായാലും അതേസമയം ഇന്നത്തെ ഒരു തിരച്ചിലിൽ ഈ ലോറി കണ്ടെത്താനാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവുമുള്ളത്. ഒപ്പം നമ്മളും അതിനായാണ് കാത്തിരിക്കുന്നത്. അർജുനെ ജീവനോടെ പുറത്ത് എത്തിക്കുന്ന ആ ഒരു വേള അർജുനെ സന്തോഷത്തോടുകൂടി തിരികെ വീട്ടിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് മുഴുവൻ മലയാളികളും ഷിരൂരിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം അവിടെ വലിയ തോതിൽ കുന്നിടിഞ്ഞ് ആ റോഡിലേക്ക് വീണത്. ആ മണ്ണിനടിയിലാണ് ആ ലോറിയും അർജുനും ഉള്ളത് എന്നാണ് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതും. ഇന്നലെ തന്നെ ആ സ്ഥിരീകരണം വന്നു എന്ന് ഇപ്പോൾ ബൈജു സൂചിപ്പിച്ചുവല്ലോ. ബൈജു, ഈ അവിടുത്തെ സാഹചര്യം എന്താണ്? ഈ മഴ മാറിയിട്ടുണ്ടോ? ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ വലിയ മഴ കാണുന്നില്ല, പക്ഷെ അപ്പോഴും ഈ കാറ്റ്, മഴ, മണ്ണിടിച്ചിലുള്ള സാധ്യത ഇതൊക്കെ നിലനിൽക്കെ ഈ തെരച്ചിൽ ദുഷ്കരമായി മാറുന്ന ഒരു സാഹചര്യമുണ്ടോ? എൽദോ, ഇപ്പോൾ കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കും. ദൃശ്യങ്ങളിൽ തന്നെ കാണാം കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥ. അല്പസമയം മുമ്പായിരുന്നു ശക്തമായ കാറ്റും അതുപോലെ തന്നെ മഴയും ഉണ്ടായത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥ. അതേസമയം ഇരുണ്ടുകൂടിയ ഒരു കാലാവസ്ഥയും നമുക്ക് കാണാം. വരും മണിക്കൂറുകളിൽ വളരെ നിർണായകമാണ്. മഴ ഈ രീതിയിൽ കാലാവസ്ഥയാണെങ്കിൽ അത് തിരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം അത് ഉപകാരപ്പെടും. അത് ഈ രക്ഷാ സംഘങ്ങൾക്കും ആശ്വാസമാകും. എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇതാണ് ഇതിന്റെ ഷിരൂർ ഈ മേഖലയിലെ തുടക്കം. ഈ ദേശീയപാതയുടെ അവസ്ഥയാണിത്. ഇവിടെ കൃത്യമായി കുന്ന് ഇടിയാൻ ഭാഗത്തിൽ നിൽക്കുന്നതാണ്. ഇതിന് തൊട്ടപ്പുറത്താണ് വലിയ അപകടം. ഒരു മല തന്നെ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. നിരവധി മലകൾ തുരന്ന് അത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിലാണ് ഈ റോഡ് നിർമ്മിച്ചത്. നമുക്ക് ഇവിടുന്ന് തന്നെ ഇത് നമുക്ക് ദൃശ്യത്തിൽ വ്യക്തമാകാം. എന്നാൽ അല്പസമയം കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് തന്നെ പോകാൻ പറ്റും. SP എത്തിയാൽ അതിനുള്ള അനുവാദം ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച ഉറപ്പ്. SP എത്തിക്കഴിഞ്ഞാൽ അത്തരത്തിൽ നമ്മളെ ആ മേഖലയിലേക്ക് കടത്തിവിടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ കുന്ന് ഈ റോഡിലേക്കാണ് ഇത് ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത്. ഇതിന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വലിയ അപകടമാണ്. ആ സ്ഥലത്തേക്ക് നമ്മൾ കടത്തിവിടുന്നില്ല. പക്ഷെ അവിടെ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ ഇടിഞ്ഞ് താഴ്ന്ന ഒരു നിലയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം 2 ഭാഗങ്ങളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അൺഗോല ഭാഗത്താണ്. ഈ അൺഗോല ഭാഗത്ത് ആണ് ഇതിൽ ആദ്യത്തെ മണ്ണിടിച്ചിലുള്ളത്. പിന്നീട് മംഗളൂരു ഭാഗത്ത് നിന്ന് വരുമ്പോഴുള്ള ആ പ്രദേശത്തുകൂടി കുന്നിടിച്ചിലുള്ളത്. ഈ 2 പ്രദേശത്തും മണ്ണ് നീക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ മണ്ണിനടിയിൽ അർജുനെ കൂടാതെ കൂടുതൽ ആളുകൾ അതിനടിയിൽ ഉണ്ടെന്നാണ് നാട്ടുകാരും പറയുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു ഊർജിതമായ ഒരു പരിശോധന ഇവിടെ നടത്തിയിട്ടില്ല എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഫയർഫോഴ്സിന്റെ വാഹനമാണ് ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് പോകുന്നത്. ആ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഫയർഫോഴ്സ് വാഹനം ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. എന്നാൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുടെ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അപകട നിലയിലോ മറ്റോ അർജുനെയോ അല്ലെങ്കിൽ മറ്റ് ഇതുപോലെ കാണാതായവരോ ലഭിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികൾ മെഡിക്കൽ സംഘം ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിനാണ് ഇന്ന് ഏതായാലും നടക്കുന്നത്. ഇന്നലത്തേന് വ്യത്യസ്തമായി ഇന്ന് ഊർജിതമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെന്ന് വേണം ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കാണുന്ന ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. അത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇവിടെയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ തടഞ്ഞ് എല്ലാ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ തടയുന്ന ഒരു സ്ഥിതിയുള്ളത്. ഈ പ്രദേശത്താണ്.
ഇവിടെ നിന്നും ഈ ഭാഗത്തേക്ക് ആരെയും കടത്തിവിടുന്നില്ല. കാരണം പ്രധാനമായും ഇവർ പറയുന്നത് വലിയ തോതിലുള്ള അപകട സാധ്യതയുണ്ട്, അവിടെ മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ യാത്ര ചെയ്യരുത്, മാധ്യമങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് പോകരുതെന്ന് പറയുന്ന വലിയ കുന്ന് ഇടിഞ്ഞ് വീഴാൻ പാകത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ വലിയ അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രദേശത്ത്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ ഏതെങ്കിലും പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമില്ല, രക്ഷാപ്രവർത്തനത്തിന് തടസ്സങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ കാലാവസ്ഥ കുറച്ച് തെളിഞ്ഞ് കാലാവസ്ഥ ഇപ്പോൾ വന്നിരിക്കുന്നു. ഒരു 6 മണി മുതൽ 6:30 വരെ ശക്തമായ മഴയായിരുന്നു ഈ പ്രദേശത്ത്. കാറ്റും വീശി അടിക്കുന്ന ഒരു സാഹചര്യം നമ്മളിവിടെ എത്തുമ്പോൾ അത്രത്തോളം വലിയ ശക്തമായ മഴയായിരുന്നു. ഇപ്പോൾ കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയായി നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. എൽദോ, ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ബൈജു, കുന്ന് ഇടിയുന്ന ഒരു പ്രദേശം കൂടിയാണത്. എനിക്ക് തോന്നുന്ന ദേശീയപാത നിർമ്മാണത്തിനായി ഉണ്ടാക്കിയ പാതയിലാണ് തോന്നുന്നത്. കുന്നിന്റെ സൈഡൊക്കെ അങ്ങനെ വലിയ തോതിൽ കെട്ടി നിർത്തിയിട്ടില്ലാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട്. ബൈജു, ഇനി എപ്പോഴാണ് ഈ ബംഗളൂരുവിൽ നിന്ന് റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കുമെന്ന് പറഞ്ഞു, അതിന്റെ സാഹചര്യം എപ്പോഴത്തേക്ക് എത്തിക്കും? ആ പ്രതീക്ഷ എപ്പോഴാണ് നമ്മൾ പുലർത്തേണ്ടത്? ഈ നേവി സംഘം ഉൾപ്പെടെയാണോ ഇപ്പോൾ രാവിലെ തെരച്ചിൽ ആരംഭിച്ചത്? തീർച്ചയായും എൽദോ, സംയുക്ത തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. NDRFന്റെ സംഘമായിരുന്നു ആദ്യം എത്തിയത്. അത് SDRFും NDRFും 2 സംഘങ്ങളും ആദ്യം എത്തി. ഇന്നലത്തേക്കാൾ കൂടുതൽ ഇത്തരത്തിൽ സംഘങ്ങൾ ഉണ്ട് എന്നതാണ്, രക്ഷാ ദൌത്യത്തിൽ സംഘങ്ങൾ കൂടുതലായി ഉണ്ട് എന്നാണ് നമുക്ക് ഇന്നത്തെ ഒരു അവസ്ഥ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. അത് ഏതായാലും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഈ റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബംഗളൂരുവിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. 11-12 മണി, അതായത് ഉച്ചയ്ക്ക് മുൻപേ തന്നെ ഇവിടെ ഇത്തരം സംവിധാനങ്ങൾ എത്തിച്ച് ഈ ലോറി എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും എന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവച്ചത്. അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം മറ്റ് പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെ അവരുടെ സേവനം അവരും അല്പസമയം മുമ്പാണ് ഈ പ്രദേശത്തേക്ക് തിരിച്ചത്. അത്തരത്തിൽ സംയുക്തമായ ഒരു തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള സംഘവും ഇന്ന് എത്തും എന്നാണ് അറിയിച്ചത്. നിലവിൽ ഇപ്പോൾ 2 സംഘങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിൽ കേരളത്തിലെ സംഘമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയി. ഈ സംഭവ സ്ഥലത്തെത്തിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത വരൂ. അത് അല്പസമയത്തിനകം ജില്ലാ പോലീസ് മേധാവി എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ അവിടേക്ക് പോകാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ശിരൂരിന്റെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവുന്ന മേഖലകളിലുള്ള ഒരു ലോറി ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇവിടെ ഇത്തരത്തിൽ ഇവിടെ നിന്ന് നിയന്ത്രണം ഏർപ്പെടുത്തി ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു. ആ സ്ഥലത്താണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെയും ഇപ്പോൾ ഇത്തരത്തിൽ തടഞ്ഞിരിക്കുന്നത്. എന്നാലും അതിൽ പ്രധാനമായും ഇവർ പറയുന്നത് നമ്മുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഈ രക്ഷാപ്രവർത്തനം പോലും നടക്കുന്നത്. അത്രത്തോളം അപകട ഭീഷണി ഉള്ള സ്ഥലത്താണെന്നാണ് അവർ പറയുന്നത്. കാരണം ഈ മല ഇടിച്ചൽ, നേരിയ തോതിലുള്ള ഇടിച്ചൽ ഇന്നലെ രാത്രിയും ഉണ്ടായിരുന്നു. ആ ശക്തമായ മഴ വന്നതോടുകൂടി പിന്നീടാണ് ഈ തിരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും ഇവരുടെ ബന്ധുക്കൾ കൂടുതൽ പേർ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരും അല്പസമയത്തിനകം ഇവിടെ എത്തും. അവരുടെ പ്രതികരണം നമ്മൾക്ക് അല്പസമയത്തിനകം എന്തായാലും ലഭ്യമാക്കാൻ പറ്റും. എൽദോ, എന്തായാലും ബൈജു നോക്കുക, പ്രതികരണം ലഭ്യമാകുമോ എന്നുള്ളത്. എന്താണെങ്കിലും അവിടെ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രവേശനം നൽകിയിട്ടില്ല. ഏതാണ്ട് 2 കിലോമീറ്റർ ഇപ്പുറം വെച്ച് തന്നെ ബൈജു ഉൾപ്പെടെയുള്ള മാധ്യമ സംഘങ്ങളെ തടഞ്ഞു നിർത്തുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും സംയുക്ത സംഘത്തിന്റെ തെരച്ചിലാണ് നടക്കുന്നത്. ഇതിനിടെ അർജുന്റെ കുടുംബാംഗങ്ങൾ സൈന്യം ഉൾപ്പെടെ എത്തണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. തെരച്ചിൽ അത് ഊർജിതമാക്കുന്നതിനായി. പക്ഷേ ഇന്ന് രാവിലെ അവരുടെ പ്രതികരണം കേട്ടപ്പോൾ അല്പം ആശങ്ക അവരുടെ ഭാഗത്ത് നമുക്ക് പ്രകടമായി തോന്നി. ഇന്നലെ വരെ വലിയ പ്രതീക്ഷയിലായിരുന്ന കുടുംബം അവർ തന്നെ അല്പം ആശങ്ക പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ തിരച്ചിൽ ഇങ്ങനെ അസാധാരണമാംവിധം നീളുന്നതിൽ ഇത്രമാത്രം സാങ്കേതിക സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടും എന്തുകൊണ്ട് ആ മണ്ണ് മാറ്റി തെരച്ചിൽ പൂർത്തിയാക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഈ ഹിറ്റാച്ചി കൊണ്ട് അല്ലെങ്കിൽ JCB കൊണ്ട് ഈ മണ്ണ് മാറ്റുക എന്നതിനപ്പുറത്തേക്കുള്ള ഒരു തെരച്ചിൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നത്. ഈ ഹിറ്റാച്ചി കൊണ്ട് അല്ലെങ്കിൽ JCB കൊണ്ട് ഈ മണ്ണ് മാറ്റുക എന്നതിനപ്പുറത്തേക്കുള്ള ഒരു തെരച്ചിൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നത്. ബൈജു, അങ്ങനെ ഒരു ആക്ഷേപം കുടുംബാംഗങ്ങൾ അതിനു മുമ്പ് പ്രദേശവാസികളാണ് 4 ദിവസം മുമ്പ് എത്തിയിട്ടും ഈ പരിശോധന അർജുൻ ഇവിടെ ഉണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒരു പരിശോധനയ്ക്കും തയ്യാറായില്ല എന്നാണ്.
ഇല്ല, അവര് ആദ്യത്തെ 2 ദിവസം അവര് അവിടെ ഉണ്ട് തന്നെ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. അവർ പറഞ്ഞത് പുഴയിലേക്ക് വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോയിട്ടുണ്ടാവും, അവിടെ താഴെ ഉണ്ടാകും. ഞങ്ങൾ എക്സാക്ട് സ്പോട്ട് അടക്കം പറഞ്ഞു കൊടുത്തിട്ടും അങ്ങനെ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ അധികൃതരോട് പറഞ്ഞ പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പൊ എന്താണ്? ഞങ്ങൾ പറഞ്ഞത് അവനെ തിരിച്ചെടുക്കണം എത്രയും പെട്ടെന്ന്. അല്ല, ഇന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ഇവരെ ഭാഗത്തുനിന്നില്ലേ? ഇന്ന് ഉണ്ട്. ഇന്നിപ്പോ ഇതാ ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് കാര്യമില്ല. അവിടെ എത്തി കണ്ടാലേ എന്തെങ്കിലും നമുക്ക് ഇതിനോട് പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഈ തെരച്ചിൽ നടത്തിയിട്ട് കാണാൻ പറ്റില്ല, ഇന്ന് റഡാർ സംവിധാനം ഉപയോഗിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, പ്രതീക്ഷയുണ്ട്. അങ്ങനെ ചെയ്താൽ പ്രതീക്ഷയുണ്ട്, പെട്ടെന്ന് നടക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ജിതിൻ, ഇവിടെ നിങ്ങൾ 4 ദിവസം മുമ്പ് അപകടം നടന്നതിന് പിന്നാലെ വന്നു എന്ന് പറയുന്നു. പക്ഷെ കേരളത്തിൽ വിവരം അറിയുന്നത് 3 ദിവസം കഴിഞ്ഞാണ്. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്? കേരളത്തിൽ ആരോടെങ്കിലും അറിയിച്ചിട്ടില്ല? അല്ല, നമുക്ക് ഏകദേശം അന്ന് ഈ ഇൻസിഡന്റ് നടന്ന അന്ന് തന്നെ ഇവർക്ക് ഓണർക്ക് ഏകദേശം അറിഞ്ഞു ഞങ്ങളൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകും. ആ ഒരു ബേസിലാണ് നമ്മൾ കയറിയത്. പക്ഷെ അത്രയും കൺഫേം അല്ല, ബിക്കോസ് ലാസ്റ്റ് ലൊക്കേഷനാണ് GPS കണ്ടെങ്കിലും ഇൻ കേസ് ഇനി ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ വഴിക്ക് കാട്ടിലെങ്ങാനും കുടുങ്ങിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ദിവസം ഇവിടെ വെയിറ്റ് ചെയ്യാൻ കാരണം ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. നമ്മളെ ഹോപ്പെല്ലാം അവൻ ഇവിടെ വഴി തെറ്റി കാട്ടിൽ കുറെ വണ്ടികൾ കാട്ടിൽ റേഞ്ചില്ലാതെ ട്രാഫിക് ജാമായി കിടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അതിൽ പെട്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ട് ഇവിടെ എല്ലാം ഉറപ്പ് വരുത്തിയിട്ട് അങ്ങോട്ട് പോകാന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു. കോഴിക്കോട് ആരെങ്കിലും അധികൃതരെ അറിയിച്ചിരുന്നു? കോഴിക്കോട് നമ്മൾ ചെവാർ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തെരച്ചിൽ നിർത്താനും രക്ഷാപ്രവർത്തനത്തിൽ പ്രതികൂലമായി പറയുന്നത് ഈ കനത്ത മഴയാണ്. അതിപ്പോ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി മഴയും ഒരു പ്രശ്നമായി തന്നെ തോന്നുന്നുണ്ട്. അതെ, നമുക്ക് അപ്പൊ അവർക്ക് അതിനുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ ഫെസിലിറ്റിയുള്ള ആളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഗവൺമെന്റും നമുക്ക് ഇവിടെ എല്ലാവരും ചെയ്യേണ്ട കാര്യം. അതിനുള്ള ഫെസിലിറ്റി എത്തി ആ രീതിയിൽ എങ്ങനെ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഫെസിലിറ്റി ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അമാന്തം തുടർന്നു എന്ന് തന്നെയാണ് നമുക്ക്. തീർച്ചയായിട്ടും അത് തുറന്നിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഉച്ച ശേഷം. അകത്തേക്ക് കടത്തി വിടാത്തത് അതറിയില്ല. അത് എന്താണ് അവർ പറയുന്നത്? പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പം സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട് എന്ന് ആരും വിടരുത്. മാധ്യമങ്ങളടക്കം ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനപ്പോ ഈ മൊബൈൽ ലൊക്കേഷൻ അതുപോലെ ഈ GPS-ന്റെ ലൊക്കേഷനൊക്കെ അവർക്ക് നേരത്തെ കൊടുത്തിട്ടും അത് കാര്യമായി എടുത്തില്ല എന്നാണല്ലേ? ഇല്ലല്ല, അത് എടുത്തിട്ടില്ല അവർ. നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട? രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഗ്രൗണ്ടിലുള്ള പോലീസ് തരുന്ന വിവരം മാത്രമേ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ആ ഒരു അപ്ഡേഷൻ മാത്രമേ നമുക്ക് ആദ്യത്തെ 2 ദിവസങ്ങൾ കിട്ടിയിരുന്നുള്ളൂ. ഇന്നലെ ഉത്തര കന്നഡ SP അടക്കം പറഞ്ഞത് നിങ്ങളെ കൂടി വിശ്വാസം എടുത്തുകൊണ്ടുള്ള പരിശോധന തെരച്ചിലാണ് നടക്കുന്നതെന്നാണ്. അത്തരത്തിൽ നടക്കുന്നില്ലേ? നടക്കുന്നുണ്ടോ വെച്ചാൽ നമ്മൾ അവിടെ എത്തണമല്ലോ, അപ്പോഴല്ലേ നമുക്ക് ആ ഒരു വിശ്വാസം വരുള്ളൂ. നിങ്ങൾ ഈ കടത്തിവിട്ടം തന്നെയാണോ ആവശ്യപ്പെടുന്നത്? കളക്ടറോട് സംസാരിച്ചോ? ഇല്ലല്ല, ഞാൻ സംസാരിക്കുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഇല്ലല്ല, ഒഫീഷ്യലായിട്ട് ഒന്നും പറഞ്ഞില്ല. ഇന്നലെ ഈ നടത്തിയ തെരച്ചിലേക്ക് മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ചു എന്ന് പറയുന്നത്, പക്ഷേ അനുകൂലമായി ഒന്നും കിട്ടിയിട്ടില്ല എന്നുതന്നെയാണല്ലേ? ഇല്ലല്ല, ഇന്നലത്തെ സംവിധാനം അത്ര കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ഇന്ന് വളരെ നിർണായകമാണെന്നാണ് ഇവർ പറയുന്നത്. ഈ റഡാർ എത്തിയാൽ കൂടുതൽ അത് ഈ പുരോഗമനം ഉണ്ടാവും അങ്ങനെയാണ് പറയുന്നത്. അത് എത്തട്ടെ നമുക്ക്, എന്നിട്ട് നമുക്കത് സൈന്യത്തെ കൊണ്ടുവരണം തന്നെ. ആ വാക്കിൽ ഞാൻ ഇന്നലെ മുതലേ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. സൈന്യം എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വാക്ക് വന്നിരുന്നു? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. അത് മിനിഞ്ഞാന്നത്തെ ഉറപ്പായിരുന്നു നേവി വരുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ നേവി അവരുടെ സ്ക്യൂബ ടീമായിരുന്നു. ആ സ്ക്യൂബ ടീം അവരെ ജോലി കഴിഞ്ഞിട്ട് അത് നിർത്തി, അവർ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അവിടെ ഇല്ലാന്ന് പുഴയിൽ. എന്തായാലും ഇന്നൊരു അനുകൂലമായ ശുഭകരമായ വിവരം പ്രതീക്ഷിക്കുന്നു അല്ലേ? ഓക്കെ. അർജുന്റെ ബന്ധുക്കളാണെന്ന് തോന്നുന്നു അവിടെ പ്രതികരിച്ചത്. ബൈജു, ആരാണ് ആ പ്രതികരണം തന്നത്? അർജുന്റെ സുഹൃത്തോ ബന്ധുക്കളോ അങ്ങനെയാണെങ്കിലും ആണോ? എൽദോ അർജുന്റെ സഹോദരനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അദ്ദേഹം ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത് സൈന്യത്തെ ഇവിടെ തെരച്ചിലിനായി കൊണ്ടുവരണമെന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതാണ് ഇപ്പോൾ അവർ ആവശ്യം ഉന്നയിച്ചത്. നേരത്തെ ഇവർ ഉന്നയിച്ചതാണ്. അതിൽ അവർ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. സൈന്യത്തെ കൊണ്ട് തെരച്ചിൽ നടത്തുന്നത്. ഇന്നലത്തെ തെരച്ചിലിന് അത്ര തൃപ്തിയല്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയത്. പക്ഷേ ഇന്ന് വലിയ പ്രതീക്ഷയുണ്ടെന്നും അവർ പറയുന്നു. പ്രധാനമായും റഡാർ പോലുള്ള ആധുനിക സംവിധാനങ്ങൾ കൊണ്ടുള്ള തിരച്ചിൽ ഇന്ന് നടത്തുമെന്ന ഒരു ഉറപ്പ് നൽകിയ സാഹചര്യത്തിലാണ് അവർ ആ രീതിയിൽ ഇന്ന് ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ഏതായാലും അവർ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട്. ഇന്നലെ അവർക്ക് ആ ഭാഗത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവരെ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. എൽദോ, ഓക്കെ. എന്തായാലും അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. അവർക്കും ആ പ്രദേശത്തേക്കുള്ള പ്രവേശനം അത് നിഷേധിച്ചിരിക്കുകയാണ്. അവരെയും അങ്ങോട്ട് കയറ്റിവിടുന്നില്ല. സുരക്ഷാ മാനദണ്ഡം പാലിച്ചാണ് അത് തെരച്ചിലെന്ന് സർക്കാർ പറയുമ്പോഴും ആ ബന്ധുക്കളുടെ ആശങ്ക, പ്രത്യേകിച്ചും സഹോദരൻ ഉൾപ്പെടെയുടെ ആശങ്ക പരിഹരിക്കപ്പെടേണ്ടതുണ്ടല്ലോ.
നമുക്ക് നോക്കാം. എന്നാലും ബൈജു, ഈ അവിടെ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരുപാട് പേർ ഈ തെരച്ചിൽ അതിനായി എത്തുന്നുണ്ട്, പ്രദേശവാസികളുണ്ടെന്ന് തോന്നുന്നു. ഈ ബൈജു, ഈ സ്ഥിരമായിട്ട് മണ്ണിടിയുന്ന ഒരു പ്രദേശമാണോ? ഈ സ്ഥിരമായിട്ട് ദേശീയപാത ഓരത്ത് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാറുണ്ടോ ഇതിനു മുമ്പ്? ഈ പ്രദേശവാസികൾ പ്രധാനമായും പറയുന്നത് ആദ്യ ദിവസം തിരച്ചിൽ ഊർജിതമായിരുന്നു. പിന്നീട് ഈ നേരത്തെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത പോലെ ചായക്കടയിൽ ഉണ്ടായിരുന്നവരാണ് ഇത്തരത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 7 പേരുടെ മൃതദേഹം കിട്ടിയതിനു ശേഷം പിന്നീട് തിരച്ചിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോഴും അവർ ഇത്തരത്തിൽ നിരവധി ആളുകൾ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന സൂചന പോലീസിന് നൽകിയിരുന്നു. അവർ അത്തരത്തിൽ പരാതിയും പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാൻ ഇവിടുന്ന് ഭരണകൂടം തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം. അതാണ് അവർ ഏറ്റവും കൂടുതൽ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ കേരളത്തിൽ നിന്നുള്ള ഒരാൾ ഈ ലോറി ഉൾപ്പെടെ ഈ അപകടത്തിൽ പെട്ടു എന്ന വാർത്ത പുറത്തു വരികയും പിന്നീട് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്തതിന്റെ ഫലമായാണ് ഈ കാണുന്ന സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ആ തുടക്ക സമയത്തിൽ അന്ന് രാത്രിയോടുകൂടി നിരവധി വാഹനങ്ങൾ ഇതിലെ കടത്തിവിടുന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് ശക്തമായ ഊർജിതമായ തെരച്ചിൽ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശം നൽകിയത്. അതിനുശേഷമാണ് ഈ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചതെന്ന് വേണം പറയാൻ. അപ്പോഴും ഇന്നലെ വലിയ ആക്ഷേപമായിരുന്നു ഈ തെരച്ചിലിന്. കാരണം അത്രയും 3-4 JCB ഉപയോഗിച്ച് ഇത്രയും വലിയൊരു മല ഇടിഞ്ഞു വീണ ആ സ്ഥലം അവർ ഈ തെരച്ചിലിന് ഇതിലെ ആ രീതിയിലായിരുന്നു. ഉച്ചവരെ മന്ദഗതിയിലായിരുന്നു. പിന്നീട് 9 മണിയോടുകൂടി മഴയാണ്, മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകാൻ എന്ന കാരണത്താൽ തെരച്ചിൽ നിർത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്നലെ ഉണ്ടായത്. എന്തായാലും മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിൽ ഇടപെടൽ ജനപ്രതിനിധികളും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയത്. എന്തായാലും നാട്ടുകാരും ഈ മണ്ണിനടിയിൽ ഇതിലുണ്ട്. അതുമാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ മറ്റ് യാത്രക്കാരും വാഹനങ്ങളും ഉൾപ്പെടെ 4-ലധികം വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ഏതായാലും ഈ തെരച്ചിൽ അതിനൊരു കൺഫർമേഷൻ ഉണ്ടോ? അതായത് ഈ അർജുന് പുറമെ മറ്റു വാഹനങ്ങളും മറ്റാളുകളും ആ ദുരന്തത്തിലുണ്ട്, അല്ലെങ്കിൽ ആ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു സംസാരമാണോ നാട്ടുകാർ പറയുന്നത്? ഈ ഔദ്യോഗികമായിട്ട് അത്തരത്തിലൊരു സ്ഥിരീകരണം നൽകുന്നുണ്ടോ? അർജുന്റെ ലോറി അല്ലാതെ മറ്റു വാഹനങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ടോ? ഔദ്യോഗികമായി ഇതിനകത്തൊരു ബെൻസ് കാർ അകപ്പെട്ടിട്ടുണ്ട്. ആ കാറിന്റെ ലൊക്കേഷൻ ഇന്നലെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ കാറ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒപ്പം മറ്റ് വാഹനങ്ങളും ഇതിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ തിരച്ചിൽ ഇത്രയും വലിയൊരു മണ്ണ് കൂനയുടെ അടിയിലാണ്. അത് ലോറി പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു കുന്നാണ് അത്തരത്തിൽ ഇടിഞ്ഞ് റോഡിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അവരെ അതുകൂടി കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരണം എന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. അർജുൻ മാത്രമല്ല, കൂടുതൽ പേർ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഈ സ്ഥലം നമുക്കറിയാം, ഇത് ഒരു വണ്ടിത്താവളമാണ്, ഒരു പെട്ടിക്കട, അതായത് ചായ അത്തരത്തിലുള്ള വസ്തുക്കൾ കിട്ടുന്ന, വിശ്രമിക്കാൻ നല്ലൊരു ഇടം എന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. മിക്കവാറും ഈ ലോറികൾ ഇത്തരത്തിൽ ഇവിടെ നിർത്തിയിടുകയും വിശ്രമിച്ച് ഇവിടുന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതാണ് ഇവിടുന്ന് പ്രദേശവാസികൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എത്ര വാഹനങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു, എത്ര വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടു എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇതുവരെ ഈ ജില്ലാ ഭരണകൂടത്തിന് ഇല്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ ഇന്ന് ഊർജിതമായി നടക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളും പുറത്തുവരും. അർജുൻ ഏതായാലും ഈ മണ്ണ് ഇടിഞ്ഞ ഭാഗത്ത് അർജുന്റെ ലോറി ഉണ്ട് എന്ന ഒരു തരത്തിലുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകർ ഉള്ളത്. അതുകൊണ്ട് ആ ലോറി കൃത്യമായി GPS ഏറ്റവും അവസാനം ലൊക്കേഷൻ കാണിച്ച ആ സ്ഥലത്താണ് മണ്ണ് മാറ്റുന്ന നടപടികൾ ഇപ്പോൾ ആരംഭിക്കുന്നത്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചുള്ള മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നടത്തിയിരുന്നെങ്കിലും അത് അത്ര കാര്യക്ഷമമായില്ല. കാരണം അതിന് ഈ സമീപത്തേക്ക് പോലും എത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സംവിധാനം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് അത്ര വലിയ കാര്യക്ഷമമായിരുന്നില്ല. പക്ഷെ റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനം കൊണ്ടാൽ എത്ര ആഴത്തിലുള്ള ഇത്തരത്തിലുള്ള വസ്തുക്കളായാലും അത് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഈ രക്ഷാ സംഘങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വലിയ പ്രതീക്ഷ. ഏത് സമയത്തും നമുക്ക് ആ ഒരു നല്ല വാർത്ത ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ വെച്ചു പുലർത്താൻ സാധിക്കുന്നത്. എന്തായാലും ഒരു 10-11 മണിയോടുകൂടി തന്നെ ഈ ലോറി കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷ ഈ രക്ഷാപ്രവർത്തകർ നമ്മോട് പങ്കുവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എൽദോ, ഓക്കെ, എന്താണെങ്കിലും ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരു കുടുംബം അവിടെ കാത്തിരിക്കുന്നു.
ഒരുപാട് പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുന്നു അർജുന് വേണ്ടി. അവിടെ തെരച്ചിലത് പുനരാരംഭിച്ചു. രാവിലെ 6 കൂടിയാണ് തെരച്ചിൽ പുനരാരംഭിച്ചത്. പക്ഷേ ഇനിയും കൂടുതൽ സംവിധാനങ്ങൾ വേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ റഡാർ സംവിധാനം ഉൾപ്പെടെ ബംഗളൂരിൽ എത്തിക്കുമെന്ന് ഔദ്യോഗിക അറിയിപ്പുണ്ട്. പക്ഷേ അത് എത്തിയിട്ടില്ല. ഉടൻ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. സൈന്യം ഉൾപ്പെടെ എത്തണമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. കാരണം അത്രമാത്രം സങ്കീർണമാണ് അവിടുത്തെ തെരച്ചിൽ. ഈ മണ്ണിടിച്ചിൽ ഇപ്പോഴും അവിടെ തുടരുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ മുന്നറിയിപ്പുണ്ട്. കാറ്റ്, മഴ ഇതൊക്കെ പ്രതികൂല സാഹചര്യമാണ്. പക്ഷേ അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഒരു നാട് മുഴുവൻ അർജുനെ കാത്ത് നിൽക്കുകയാണ്. ആ മണ്ണിനടിയിൽ നിന്ന് അർജുൻ തിരികെ എത്തുന്നതും കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ബൈജു, ഈ ദിവസങ്ങളായി അങ്ങനെ മണ്ണിടിഞ്ഞ് കിടക്കുന്നൊരു സാഹചര്യം, അത് വലിയൊരു ദേശീയപാതയാണ്. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ആ പാതയിൽ ഇങ്ങനെ മണ്ണിടിഞ്ഞ് ദിവസങ്ങൾ കിടന്ന ഒരു സാഹചര്യത്തിൽ ആ മണ്ണ് നീക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് പോലും എത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കാം? എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുക? പ്രത്യേകിച്ചും ഈ ആദ്യ സമയങ്ങളിലൊക്കെ ഈ ഇന്നലെ തന്നെ പല സോഴ്സുകളും അവിടെ നിന്ന് ഔദ്യോഗിക സോഴ്സുകൾ പേര് വെളിപ്പെടുത്താതെ പറഞ്ഞത് അർജുൻ്റെ ലോറി ആ തൊട്ടപ്പുറത്തെ പുഴയിലേക്ക് വീണു, ആ പുഴയിൽ ഒലിച്ചുപോയി എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്നതിനപ്പുറം ഈ അർജുൻ്റെ ലോറി മാത്രമല്ലല്ലോ, വേറെയും വാഹനങ്ങളുണ്ട് ആ മണ്ണിനടിയിൽ. അപ്പോൾ അതിവേഗത്തിൽ ആ മണ്ണ് നീക്കുക എന്നുള്ളൊരു ദൗത്യത്തിലേക്ക് അതെത്തിയത് ഇന്നലെയാണല്ലോ, ഇന്നലെ വൈകിട്ടാണല്ലോ. അതുവരെ ഒരു അനാസ്ഥ, ഒരു അലംഭാവം ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരിക്കണം? എൽദോ, ഇന്നലെ വൈകിട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ കുടുംബം തന്നെ അവർ ആരോപിച്ചത് അത്തരത്തിലാണ്. ഇന്നലെ വളരെ മന്ദഗതിയിലായിരുന്നു. 3-4 JCB മാത്രം ഉപയോഗിച്ച് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്താൽ ഇത്രയും വലിയൊരു പുഴ, അതായത് സമീപത്തെ ആ പുഴ പകുതിയോളം ഈ കുന്ന് ഇടിഞ്ഞു വീണ് നികുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ കാര്യക്ഷമമല്ല എന്ന് തന്നെയാണ് അർജുന്റെ കുടുംബം ഉൾപ്പെടെ പറയുന്നതിൽ പോലീസ് SP-യുടെ ഒരു പ്രതികരണം നമുക്ക്. ബൈജു, ഒരു നിമിഷം, ഞാൻ ലോറി ഉടമ മനാഫ് ഇപ്പോൾ നമ്മളൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മനാഫ്, അവിടെ തെരച്ചിൽ പുരോഗമിക്കുന്നു. മനാഫ് എവിടെയാണുള്ളത്? നാട്ടിലാണോ അതോ ഷിരൂരിലേക്ക് പോയിട്ടുണ്ടോ? മനാഫ്, ഒരു നിമിഷം ഒന്ന് ഹോൾഡ് ചെയ്യോ. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നു, അതിലേക്ക് ഒന്ന് പോയി. ഭയങ്കര മണ്ണ് കൂട്ടിയിട്ടുണ്ട്. ആ മണ്ണ് മാറ്റിയ ശേഷം മാത്രം GPS ലൊക്കേഷൻ ഇപ്പോഴും കിട്ടുന്നുണ്ടോ? ഇപ്പൊ കിട്ടുന്നില്ല. അവസാനമായിട്ട് എപ്പോഴാണ് കിട്ടിയത്? എപ്പോഴാണുള്ളത് കാര്യങ്ങൾ അവസാനം കിട്ടിയ ഓണർക്ക് മാത്രമേ അതിന്റെ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ GPS ലൊക്കേഷൻ വെച്ചിട്ട് അത് വണ്ടി ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശിച്ചാണ്. സാർ, ഈ റഡാർ സംവിധാനം എപ്പോഴത്തേക്ക് ഇത് ഇന്നെത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും മറ്റു വിവരങ്ങൾ എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടുന്ന് ഈ സർക്കാർ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനം എത്രത്തോളം എത്തിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയോ? അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇന്നത്തോടെ വണ്ടി നമ്മൾ റിക്കവർ ചെയ്യും. റിക്കവർ ചെയ്യുന്ന വിശ്വസിക്കുന്നു. ഇപ്പൊ കാരണം അത്രയ്ക്ക് മണ്ണ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അവിടെ. മറ്റു നിർദ്ദേശങ്ങളിൽ അവിടെ പോയാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഈ GPS ലൊക്കേഷൻ അടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്? ഏകദേശം ഇല്ലില്ല, എത്താൻ സാധിച്ചില്ല. ഇന്ന് എത്തുന്ന വിശ്വസിക്കുന്നു. കാസർഗോഡ് നിന്നുള്ള മോട്ടോർ MVD ഡിപ്പാർട്ട്മെന്റ് സംഘമാണെന്ന് തോന്നുന്നു. അവിടെ ഷിരൂരിലെത്തിയവരാണ്, അവരാണ് പ്രതികരിച്ചതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനാഫ് ഉദ്യോഗസ്ഥരുടെ എത്തിയിട്ടുണ്ട്. GPS സിഗ്നൽ കിട്ടുന്നില്ല എന്ന് MVD ആണ് ഇപ്പോൾ പറയുന്നത് എന്ന് തോന്നുന്നു. എന്താണെങ്കിലും വലിയ ദൗത്യമാണ് മുന്നിലുള്ളത്, വലിയ പ്രയത്നമാണ് മുന്നിലുള്ളത് അർജുന് വേണ്ടി. അർജുൻ മാത്രമല്ല, മറ്റ് പല കുടുംബാംഗങ്ങളും അവിടെ ഉണ്ട്. അത് നമ്മൾ മലയാളികൾ അർജുനെ കാക്കുന്നു. ഒരു നാട് മുഴുവൻ അർജുനെ കാത്ത് ഷിരൂരിലേക്ക് ഉറ്റുനോക്കുകയാണ്. ന്യൂസ് 18 സംഘവും അവിടെ ഇന്നലെ തന്നെ എത്തിയിരുന്നു. KV ബൈജു അവിടെ ഉണ്ട്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥരുടെയൊക്കെ വാക്കുകളൊക്കെ നേരിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും പ്രതീക്ഷയുടെ ഒരു നേരിയ നൂല് അത് നിലനിൽക്കുന്നു. അർജുൻ്റെ തിരിച്ചുവരവിനായി എന്താണ് അവിടെ ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത്? എന്താണ് സാഹചര്യത്തെ പറ്റി എന്താണ് വിശദീകരിക്കുന്നത്? ഓക്കെ, സഹോദരനോടെ വീണ്ടും പ്രതികരിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് അതിനുശേഷം ബൈജുലേക്ക്. കാസർഗോഡ് നിന്നുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സംഘാംഗങ്ങൾ അവിടെ അർജുന്റെ സഹോദരനാണത്. നേരത്തെ സംസാരിച്ചിരുന്നു. അർജുന്റെ സഹോദരനോടൊക്കെ സംസാരിക്കുകയാണത്.
കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് അവർ തോന്നുന്നു. ബൈജു, എന്താണ് ഇവർക്കും അവരെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള സാഹചര്യമില്ലേ? കർണാടക പോലീസ് അവരെയും തടയുന്നുണ്ടോ ബൈജു? നിലവിൽ അവരെ കയറ്റി വിട്ടിട്ടില്ല. ഇപ്പോൾ അവർ അതിന്റെ അനുവാദം വാങ്ങി അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. ഏതായാലും അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇത്തരത്തിൽ മണ്ണ് ഇനിയും കൂടുതൽ ഇവിടെ ഈ സ്ഥലത്ത് ഉണ്ട്, അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും അത് നീക്കം ചെയ്താൽ മാത്രമേ ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാവൂ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും GPS സംവിധാനം ഇപ്പോൾ പൂർണ്ണമായും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ ഓഫ് ആയ ഒരു സാഹചര്യവും ഉണ്ട് എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും അവരുടെ സംഘം, അത് കാസർഗോഡ് നിന്നുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള പ്രത്യേക സംഘമാണ്. അത് ഇന്നലത്തെ ഇടപെടലിലൂടെ തന്നെ കേരളത്തിൽ നിന്നുള്ള സംഘം എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ എത്തിയിരിക്കുന്നതും. എൽദോ, ഓക്കെ. എന്താണെങ്കിലും അവിടെ ഉള്ളിലേക്ക് അവർക്ക് പ്രവേശനം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. അവരുടെ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ടല്ലോ. കാണാൻ കഴിയുന്നല്ലേ, കേരളത്തിൽ നിന്നുള്ള MVD സംഘങ്ങളാണ് അവിടെ ഷിരൂരിലെത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാനുള്ള അനുമതി ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും MVDയുടെ വാഹനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഷിരൂരിൽ നിന്നുള്ള ആശങ്കയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. രാവിലെ തന്നെ സങ്കടകരമായിട്ടുള്ള വാർത്തകളാണല്ലോ എന്ന്. പക്ഷേ നമുക്കത് നൽകാതിരിക്കുക പ്രയാസകരമാണ്. നമ്മൾ അത്രയും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് അർജുൻ്റെ മടങ്ങി വരവിനായി. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സംഘാംഗങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെന്ന്. ബൈജു, അത് അവർ പോകുന്നത് എങ്ങോട്ടാണ്? തിരികെ പോയതാണോ അതോ ആ പ്രദേശത്തേക്ക് നീങ്ങിയതാണോ? എൽദോ, അവർ ഇപ്പോൾ പറഞ്ഞത് അല്പസമയത്തിന് ജില്ലാ പോലീസ് മേധാവി ഇവിടെ എത്തുന്നുണ്ട്. അതിനുശേഷം SP-യുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഈ സംഭവ സ്ഥലത്തേക്ക് പോകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിൽ അവർ തടഞ്ഞ ഒരു സാഹചര്യമില്ല, അവർക്ക് അകത്തേക്ക് പ്രവേശനമുണ്ട്. പക്ഷേ SP കൂടി വന്ന് അദ്ദേഹത്തോട് ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ അകത്ത് കയറാതെ ഇവിടുന്ന് തന്നെ തിരിച്ചു പോയത്. അല്പസമയത്തിനകം തന്നെ അവർ വീണ്ടും എത്തും. ജില്ലാ പോലീസ് മേധാവിയും അല്പസമയത്തിനകം എത്തുന്നതാണ് പറഞ്ഞത്. കൂടുതൽ നമുക്ക് വാഹനങ്ങൾ കാണാം. ഇത്തരത്തിൽ ഈ സംവിധാനങ്ങൾ ഇന്ന് ഏതായാലും കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് കുടുംബവും പറയുന്നുണ്ട്. ഇന്ന് ഒരു പ്രതീക്ഷയുണ്ട് ഇന്നത്തെ തെരച്ചിൽ എന്നത് കുടുംബവും പറയുന്നുണ്ടല്ലോ. ആ പ്രതീക്ഷ, അതാണ് ആ നൂൽപ്പാലം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രതീക്ഷയുടെ ഒരു നേരിയ നൂലതാണ്. എന്താണെങ്കിലും തെരച്ചിൽ അത് ഊർജിതമാക്കുന്നുണ്ട്. ഈ ഊർജിത നീക്കം, ഊർജിത ശ്രമങ്ങൾ, നടപടികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വേണമായിരുന്നു. അല്പം ഇത്രയും താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും അർജുനായുള്ള കാത്തിരിപ്പ് അത് തുടരുന്നു. അവിടെ ഷിരൂരിൽ ആ മണ്ണിനടിയിൽ ഒരു ബെൻസ് കാറ് ഉൾപ്പെടെ ഉണ്ട്, അർജുൻ്റെ ലോറി, അങ്ങനെ നിരവധിയായിട്ടുള്ള വാഹനങ്ങളുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണക്കിലാക്കണം. അത്രയും മാത്രം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്. റൈറ്റ്, ഞാൻ അർജുൻ്റെ സഹോദരി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. വീട്ടിലേക്ക് അപ്ഡേഷൻസ് എന്തെങ്കിലും തരുന്നുണ്ടോ ഈ അവിടുത്തെ തെരച്ചിൽ സംബന്ധിച്ച്? ഇന്നലെ വൈകിട്ട് വരെയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡാണ് നമ്മളെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ഇൻഫോം ചെയ്യുന്നത്. ഇന്നിപ്പോ അവരെ ആ സ്ഥലത്തേക്ക് കയറ്റി വിട്ടിട്ടില്ല, വിടണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അതെ, നമ്മൾ തൊട്ട് മുമ്പ് ഞങ്ങൾ സംസാരിച്ചിരുന്നു. സഹോദരി, എന്നാലും പ്രതീക്ഷയിൽ നമുക്ക് നിൽക്കാം. ഈ അവിടുത്തെ ഒരു ആശങ്കയൊക്കെ നമുക്കറിയാം. എങ്കിൽ പോലും എന്താണ് ഈ സൈന്യം ഉൾപ്പെടെ എത്തി ഒരു രക്ഷാപ്രവർത്തനം നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു, അത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ഇപ്പോൾ നിലവിലത്തെ രക്ഷാ ദൗത്യത്തിൽ സംതൃപ്തരാണോ നിങ്ങൾ കുടുംബാംഗങ്ങൾ? എന്ത് സംതൃപ്തരാ സാർ? 48 ഇന്നേക്ക് 5 ദിവസമായി ഈ സംഭവം നടന്നിട്ട്. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ഭയങ്കര അനാസ്ഥ അവിടെ നടന്നിട്ടുണ്ട്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ ഒരു തെരച്ചിൽ വലിയ രീതിയിൽ നടക്കുന്നത്. ഈ ഒരു തെരച്ചിൽ അന്ന് മുതലേ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ആദ്യത്തെ ഒരു 48 മണിക്കൂർ ഭയങ്കര ഡിലേ ആ വന്നത്. നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നലെ അവനെ കണ്ടു കിട്ടിയിട്ട് ഇത് നിർത്തൂന്ന് വിചാരിച്ചു. പക്ഷെ 9 മണിയോട് കൂടിയിട്ട് അത് നിർത്തി വെക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ 5:30 സ്റ്റാർട്ട് ചെയ്യും പറഞ്ഞു. പക്ഷെ റെസ്ക്യൂ 5:30 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അതിനുള്ള ഒരുപാട് വണ്ടികളും കാര്യങ്ങളും അകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിത് അവന്റെ വേണ്ടിയിട്ട് 6:30 സ്റ്റാർട്ട് 6:30 എനിക്ക്
6:30 സ്റ്റാർട്ട് ചെയ്തു എന്നാണ് സഹോദരി അറിഞ്ഞത്. നമ്മുടെ പ്രതിനിധി അവിടെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത് 6:30 സ്റ്റാർട്ട് ചെയ്തു റെസ്ക്യൂ. എന്താണെങ്കിലും അത് തുടരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ NDRFും പോലീസും നാവികസേനയൊക്കെയാണ്. കൂടുതൽ സംവിധാനങ്ങൾ എത്തുന്നതേ ഉള്ളൂ, റഡാർ ഉൾപ്പെടെയുള്ളവ എത്തുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അവിടെ നിന്ന് പറഞ്ഞത്. നാവികസേന ഇന്നലെ വന്ന് സ്ക്യൂബ ഡൈവ് വഴി ഓക്കെ, നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പറഞ്ഞോളൂ, എന്താണ് പറയാമെന്ന് നാവികസേന? നാവികസേന ഇന്നലെ വന്നു, ആ പുഴയും പരിസരമാണ് അവർ നോക്കി, അത് അവരെ പോവുകയും ചെയ്തു. പിന്നെ NDRFന്റെ ടീമും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഈ ഒരു സംഭവം, ഈ ഒരു തെരച്ചില് നടന്ന അന്ന് മുതൽ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ആളെ കിട്ടുമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നമ്മൾ ഇങ്ങനൊരു അപകടം സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ വൈകിയിരുന്നോ? നമ്മുടെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ വൈകിയിരുന്നോ ഈ സംഭവശേഷം? സർ, നമ്മൾ ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ അതായത് രാവിലെയാണ് അവിടെ നടന്നത്. അവനെ രാവിലെ 6:30 വിളിച്ചപ്പോൾ റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. 9 മണിക്ക് ശേഷം ഓഫാണ്. വണ്ടിയിലാകുമ്പോൾ അവൻ പല സ്ഥലത്ത് കിടന്നുറങ്ങാറുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ സംഭവിക്കുന്നത്. അവന്റെ ഒരു കൂടെ മറ്റൊരു ലോറിയിലെ ഡ്രൈവർ വിളിച്ചിട്ടാണ് ഉച്ചയ്ക്ക് പറയുന്നത് അവിടെ ഇങ്ങനെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അർജുൻ അതിൽ പെട്ടിട്ടുണ്ടാവില്ല, അവൻ വേറെ വഴിക്ക് പോയിട്ടുണ്ടാവും, വിളിച്ച് കിട്ടാനില്ല, അവിടെ നെറ്റ്വർക്കും കാര്യങ്ങളും ടവറൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ വരും, നമ്മൾ ഇങ്ങനെയല്ലല്ലോ വിചാരിക്കുക, മണ്ണിന്റെ അടിയിൽ കുടുങ്ങി കുറച്ച് ഇതായുള്ളൂ ആ വാർത്തയിലൊക്കെ കണ്ട പോലെ. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ വിചാരിച്ചത്. രാത്രിയായിട്ടും വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോഴാണ് നമ്മൾ മറ്റു രീതിയിൽ ഇവിടുന്ന് നമ്മൾ 3 പേര് പോയി. പിന്നെ അനിയത്തി രാത്രി അവിടെ അങ്കോല സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു അർജുന്റെ മിസ്സിംഗ് ഇവിടെ ഉച്ചയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അവിടുത്തെ സ്റ്റേഷനിൽ ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ അവളുടെ അടുത്തൊരു ഫോട്ടോ ചോദിച്ചു, അവളൊരു ഫോട്ടോ അങ്ങോട്ട് അയച്ചും കൊടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോയിട്ട് ഇവിടുത്തെ ചേവാർ സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു നമ്മളെ ബ്രദർ മിസ്സിംഗ് ആണ്, അവിടെ ഇങ്ങനെ നടന്നിട്ടുണ്ട്, അവന്റെ ലാസ്റ്റ് സൈബർ സെല്ലിൽ നിന്ന് ലൊക്കേഷൻ എടുപ്പിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടേക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇവിടുന്ന് പോയ ആളുകൾ 17-ാം തീയതി രാവിലെ അവിടെ എത്തി. അവൻ പോവാവുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ പോയി സെർച്ച് ചെയ്തു. നെറ്റ്വർക്ക് ഉണ്ടാവില്ല, അല്ലെ കാട്ടിൽ മാത്രമേ കയറുള്ളൂ, ബാക്കി എല്ലാ റൂട്ടിലും അവർ കയറി പോയി. പിന്നീട് ഉച്ചയോട് കൂടിയിട്ട് അവർ അവിടുത്തെ സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ബ്രദർ വന്നിട്ട് മിസ്സിംഗ് ആണ്. അപ്പൊ അവര് പറഞ്ഞ് FIR ഒന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, എന്തോ ടെക്നിക്കൽ റീസൺസും കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനുശേഷം വീണ്ടും വൈകിട്ട് അവിടെയുള്ള ഒരു മേഡം ഉണ്ടായിരുന്നു. മേഡം പറഞ്ഞു നമുക്ക് എന്താണെങ്കിലും സ്റ്റേഷനിൽ ഒന്നൊരു കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ വീണ്ടും പോയി. പക്ഷെ അവര് FIR ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ അറിയിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ അവിടെയും അറിയിച്ചു, ഇവിടെയും അറിയിച്ചു. പിന്നെ അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, അങ്ങോട്ട് ആരും വിടുന്നില്ല, റെസ്ക്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കിട്ടും കുറച്ച് ഏരിയയും കൂടി മണ്ണ് നീക്കാനുള്ള പ്രതീക്ഷ അവരാ പറയുമ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥയും ഉണ്ടായിട്ടില്ല. ആസ് എ കോമൺ പീപ്പിൾ നമ്മൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് മുതൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഡിലേയും വന്നിട്ടില്ല. പിന്നെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മീഡിയയോ അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലിലോ നമ്മൾ അങ്ങനെയല്ലല്ലോ, നമ്മൾ അവിടെ ഒരു പോലീസ് ഉണ്ട്, ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിച്ചു, അവരെടുത്ത് പറഞ്ഞു കാര്യങ്ങള്, അവരതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. ആ പ്രതീക്ഷ കൈവിട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു സഹായത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മെനയാന്ന് സാറിന്റെ പോയി കാണുന്നതും. അതിനുശേഷമുള്ള ഭാഗമായിട്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ആ ഒരു സ്ഥലത്തെത്തിയത്. റെസ്ക്യൂ നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങിയത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്. ഈ നേരത്തെ സഹോദരി പറഞ്ഞില്ലേ, എനിക്കറിയാം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, കുഴപ്പമില്ല, മനസ്സിലായി, കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും പ്രതീക്ഷ ഒരു തരത്തിലും കൈവിടരുത് സഹോദരി. നമുക്ക് കാത്തിരിക്കാം അർജുന് വേണ്ടിയിട്ട്. സന്തോഷത്തോടെ വീട്ടിലേക്ക് അർജുൻ തിരികെ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് പങ്കുചേരാം കുടുംബത്തിനൊപ്പം. അർജുൻ്റെ സഹോദരിയാണ് ന്യൂസ് 18 ഇപ്പോൾ പ്രതികരിച്ചത്. അവർ പറഞ്ഞതുപോലെ നമ്മുടെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഒരു സംവിധാനത്തെ വിശ്വസിച്ചു, പോലീസിനെ അറിയിച്ചു, അവിടുത്തെ പോലീസിലെ ബന്ധപ്പെട്ടു. പക്ഷേ ഒരു ത്വരിത നടപടിയിലേക്ക് അവർ പോയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വീട്ടിലെ ആശങ്ക നമുക്ക് അത് സഹിക്കാൻ കഴിയുന്നതല്ല. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അർജുൻ്റെ പിതാവും കുടുംബാംഗങ്ങളും മാതാവും ഒക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് ആശങ്ക അവിടെ നിലനിൽക്കുന്നു. നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം, നമുക്ക് വലിയ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാം. അർജുൻ ഇന്ന് തന്നെ നമ്മളുടെ ഇടയിലേക്ക് തിരികെ എത്തുമെന്ന്. ആ മണ്ണിനടിയിൽ അവിടെ റെസ്ക്യൂ പ്രവർത്തനം അത് തുടരുന്നുണ്ട്. രക്ഷാദൗത്യം അത് ഇന്നലെയാണ് കൂടുതൽ ഊർജിതമായത്. ഇന്നലെ മുതൽ ഊർജിതമായി എന്ന് പറയാൻ കഴിയുമോ എന്ന് പോലും ബൈജു നേരത്തെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ബൈജു, നമ്മളിപ്പോൾ തൊട്ടുമുമ്പ് കേട്ടത് അർജുൻ്റെ സഹോദരിയാണ്.
എന്താണെങ്കിലും അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്ന സാഹചര്യമാണ്. നേരത്തെ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിന് അപ്പുറത്തേക്കുള്ളൊരു ദൗത്യമാണ് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബംഗളൂരുവിൽ നിന്ന് എത്തിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു കാലതാമസം അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഇതിപ്പോഴായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. ഈ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്ന് വലിയ തോതിൽ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടായ ശേഷം, രാഷ്ട്രീയ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായ ശേഷം മാത്രമാണ് ഈ ഊർജിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് അവിടെ ശ്രമം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഒരു നാട് കാത്തിരിക്കുകയാണ് അർജുൻ്റെ മടങ്ങി വരവിനായി എന്നാലും നമുക്ക് ആ പ്രതീക്ഷയുണ്ട്. എന്നാലും ഇന്ന് കൂടുതൽ രക്ഷാദൗത്യത്തിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നമുക്ക് അർജുനെ തിരികെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ കർണാടകയിൽ ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെ ഒരു നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ ഇന്നലെ മുതൽ തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. പക്ഷേ രക്ഷാദൗത്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. കേരളത്തിൽ നിന്നുള്ള MVD സംഘങ്ങൾ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഈ പ്രദേശത്ത് വലിയ മഴയുണ്ട്, വലിയ കാലാവസ്ഥാ പ്രശ്നം പ്രതികൂലമായി നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ മണ്ണിടിയാനുള്ള സാധ്യതയും ഒക്കെ അവർ പറയുന്നു. പ്രദേശവാസികൾ തന്നെ അതിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഒപ്പം ഔദ്യോഗികമായിട്ടും മണ്ണിടിച്ചിൽ സാധ്യത മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമുക്ക് കാണാം അവിടെ ദൃശ്യങ്ങളിൽ മഴ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതാണ് രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമാക്കുന്ന ഒരു ഘടകം. മറ്റ് പ്രധാനമായിട്ടും ഈ ആദ്യ സമയങ്ങളുണ്ടായ ഒരു അലംഭാവം അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യ. എന്താണ് ഉച്ചയോടുകൂടി അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് കേരളത്തിൽ നിന്ന് പോയ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. അത് പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയിൽ തന്നെ നമ്മൾ നിൽക്കുന്നു. അർജുനെ കാത്ത് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കി നിൽക്കുകയാണ്. അർജുൻ്റെ ആ മടങ്ങി വരവ് കാത്ത് ആ പ്രദേശത്തുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ മഴ, വലിയ മണ്ണിടിച്ചിൽ, വലിയ കാറ്റൊക്കെ അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ദേശീയപാതയാണ് കാണുന്നതെന്ന് ഓർക്കുക. അത്രമാത്രം മണ്ണ് അവിടെ ഇടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അർജുൻ്റെ കുടുംബാംഗങ്ങൾ തൊട്ടു മുമ്പ് ന്യൂസ് 18 പ്രതികരിച്ചിരുന്നു. അവർക്കും ഈ പറയുന്നത് പോലെ ഈ അലംഭാവമുണ്ടായതിൻ്റെ ഒരു ഞെട്ടൽ ഇതുവരെയും മാറാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സംവിധാനത്തിൽ വിശ്വസിച്ചു. ആ സംവിധാനം പക്ഷേ അവർക്ക് തുണയായി എത്തിയില്ല എന്നുള്ളൊരു പരാതിയാണ് ആ സഹോദരി, അർജുൻ്റെ സഹോദരി ന്യൂസ് 18 പങ്കുവച്ചത്. പുഴയിലേക്ക് ലോറി വീണു എന്നുള്ള നിഗമനത്തിൽ നിന്ന് ആദ്യ നിഗമനം അങ്ങനെയായിരുന്നു കർണാടകയിലെ ഉദ്യോഗസ്ഥരുടേത്. ആ പുഴയിൽ വീണു ഒലിച്ചു പോയി എന്നുള്ള ഒരു നിഗമനത്തിൽ നിന്ന്. പക്ഷെ അപ്പോഴും മണ്ണിനടിയിലുണ്ട് ആ വാഹനങ്ങൾ എന്ന് പ്രദേശവാസികൾ പറയുമ്പോഴും അതിനു വേണ്ട രീതിയിൽ മെനക്കെടാൻ തയ്യാറായോ എന്നുള്ള സംശയമാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. ന്യൂസ് 18 സംഘവും അവിടെ ഷിരൂരിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള ആശങ്ക ഉള്ള ഒരു വാർത്തയാണ് നമ്മൾക്ക് ദൗർഭാഗ്യവശാൽ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും വൈകിയാണെങ്കിൽ പോലും അവിടെ രക്ഷാദൗത്യം അത് നടക്കുന്നു. വൈകിയാണെങ്കിലും ആ രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് കൂടുതൽ അത് ഊർജിതമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ സംവിധാനങ്ങൾ അത് നേരത്തെ കൊണ്ടുവരണമായിരുന്നു. 5 ദിവസമായി ഈ അർജുനെ കാത്ത് ആ കുടുംബം കോഴിക്കോട് കഴിയുന്നു. നമുക്കറിയാവുന്ന പോലെ ഈ ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ഡ്രൈവർമാർ, അർജുനും പതിവായി ഇത്തരത്തിൽ ദീർഘദൂര സർവീസുകൾക്ക് പോകുന്ന ആളാണെന്ന് കുടുംബം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില സമയത്ത് വണ്ടി നിർത്തിയിട്ട് ഉറങ്ങാം, വിശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അർജുൻ വിളിക്കാത്തത് എന്ന് കരുതിയിരുന്ന അവർക്ക് മുന്നിലേക്കാണ് ഞെട്ടലോടുകൂടി ആ വാർത്ത എത്തിയത്. അവരാ പോലീസ് സംഘത്തെ, ഷിരൂരിലെ പോലീസിനെ, അങ്കോലയിലെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ നേരത്തെ തന്നെ അർജുൻ്റെ മിസ്സിംഗ് കേസ് അവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും അവരിലേക്ക് ആ ഇൻറ്റിമേഷൻ എത്താൻ വൈകി എന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം ആണ്. എന്താണെങ്കിലും അസാധാരണ സാഹചര്യമാണ്. അത്രമാത്രം നമുക്ക് പരിചിതമല്ല എങ്കിൽ പോലും ലോറി അതിപ്പോഴും മണ്ണിനടിയിൽ തുടരുന്നു എന്നുള്ളതാണ്. അർജുൻ്റെ വരവിനെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. അർജുനുടൻ തന്നെ
മടങ്ങിയെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പൂർണ്ണമായിട്ട് മണ്ണ് നീക്കി ലോറിയിൽ നിന്ന് അർജുനെ വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ മലയാളികൾ. അർജുന കുടുംബത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയിൽ നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് അർജുൻ്റെ വരവിനായി കാത്തിരിക്കാം.